ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിതിൽ പറയുന്ന കുറച്ച് ക്യാരക്ടറുള്ള ആളുകളുണ്ടായിരിക്കാം. ഇവരെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ പറയുന്ന സ്വഭാവമുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അവരെ കയറ്റാതിരിക്കുക, മീൻസ് അവരുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ഫ്രണ്ട്സിനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്വഭാവമുള്ള ആളുകളെയാണ് നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്ന ആളുകൾ. ഇങ്ങനെ കുറേ പേരുണ്ടാവും ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഒരു 10ൽ ഒരാളെങ്കിലും അങ്ങനെ ഒരാളായിട്ടുണ്ടായിരിക്കാം. അത് നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിന് വളരെയധികം ദുഃഖമുണ്ടാകുന്ന ആളുകളായിരിക്കും ഇവർ. അതായത് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ ഇവർക്കത് തീരെ പറ്റുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ 4 ആളുകൾ കൂടുന്നതിൻ്റെ ഇടയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നുള്ളതാണ്. മീൻസ് നമ്മളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ കൊച്ചാക്കി കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുക, തളർത്തുക എന്നുള്ളതാണ്. സോ നമ്മളെ തളർത്തുന്നവരെയല്ല നമുക്ക് വേണ്ടത്, നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവരെ വിശ്വസിക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവർ. ഇങ്ങനെയും കുറച്ച് ചുരുക്കം ആളുകളൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇവരും നേരത്തെ പറഞ്ഞ ഗണത്തിൽ പെടുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇല്ലാത്ത സമയത്ത് കുറ്റം പറയുന്നു എന്ന് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതായത് ഇപ്പം നമ്മുടെ മറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റാളുകളുടെ അടുത്തൊക്കെ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. നടന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടേതായ രീതിയിൽ ഉണ്ടാക്കി പറയുന്നതൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറ്റം പറയുന്നവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് നെഗറ്റീവായൊരു ചിന്ത മറ്റുള്ള ആളുകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് തെറ്റായിട്ട് ധരിക്കണം. അപ്പോൾ അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വളരെ ചെറിയൊരാളായിരിക്കണം, അല്ലെങ്കിൽ മോശക്കാരനാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളും നമുക്ക് നല്ലതല്ല. സോ ഇത്തരത്തിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്ന, നമ്മളില്ലാത്ത സമയത്ത് തന്നെ കുറ്റം പറയുന്ന ആളുകളാണെങ്കിൽ അവരെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ സുഹൃത്തായി കൂടെ കൂട്ടാതിരിക്കുക. ഇനി മൂന്നാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ മൂന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളെ മദ്യലഹരിക്ക് അടിമപ്പെടുത്തുന്ന കുറച്ച് പേരുണ്ടായിരിക്കാം. അതായത് ചില ആളുകളുണ്ട് തീരെ മീൻസ് കുടിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്ത കുറേ ആളുകളുണ്ട്. അപ്പൊ ഇവർക്കുള്ള ഫ്രണ്ട്സ് ഈ പറയുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ, അതായത് മദ്യപിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഇവരിൽ കുറച്ച് പേരെങ്കിലും ഈ ആളോട് പറയുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളാണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുടിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം, എടാ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറാണ്, ഒരു പ്രാവശ്യം ഒന്ന് കുടിച്ചു വെറുത്തുനിന്ന് കുടിക്കും, ഞാൻ വേണമെങ്കിൽ നിനക്ക് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ചെലവിൽ നീ കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സംഭവം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഒരു മദ്യപാനത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്, അതിലേക്ക് ഒന്ന് പെടുത്തുക. പിന്നെ നമ്മൾ സ്വയം അങ്ങോട്ട് കുടിച്ചോളുമല്ലോ എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അതായത് നമ്മൾ നന്നായി പോകുന്നത് അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാലുള്ളത്. സോ ഇത്തരത്തിൽ നമ്മൾ ഭയങ്കര കുടിക്കാത്ത നല്ലൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ മദ്യലഹരിക്ക് നമ്മളെ അടിമപ്പെടുത്താനായിട്ട് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇതിപ്പം മദ്യം എന്ന് മാത്രമല്ല ഇങ്ങനെ തെറ്റായ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും നമുക്ക് തീരെ നല്ലതല്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പണത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ പൊതുവെ പറയാറുണ്ട് പണം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. സത്യമായിട്ടുള്ള കാര്യമാണ്, പണം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് കരുതി പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇപ്പൊ നമുക്ക് പണമുണ്ട്, അതേപോലെ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. പക്ഷേ പണം എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അതേസമയം നമ്മളുടെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ പണം കണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ വിട്ട് പോകുന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ പണം കണ്ടുവരുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. കാരണം ഇവർ ഒന്നില്ലെങ്കിൽ നമ്മുടെ പണവും കൊണ്ടുപോകും, ഇല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവർ നമ്മളെ വിട്ടു പോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. സോ പണത്തിന് പ്രാധാന്യം നൽകുന്ന, നിങ്ങളുടെ പണത്തിന് പ്രാധാന്യം നൽകുന്ന, അതിനെ ആശ്രയിച്ച് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാളുകളോ ഉണ്ടെങ്കിൽ അവരെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ കൂടെ കൂട്ടാതിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു 4 സ്വഭാവമുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ സുഹൃത്തുക്കൾ ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന സുഹൃത്തുക്കൾ വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും സുഹൃത്തുക്കളെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളെയാണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് സംശയമുള്ള ആളുകൾക്ക് ഉള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.